സോഷ്യൽ മീഡിയയിൽ ആ യശി വീണ്ടും കാലെടുത്ത് കുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചോളുക. യശി എന്ന് തന്നെ പറയേണ്ടി വരും, അതിന് യാതൊരു സംശയവും വേണ്ട. 2026 ജനുവരി 16 കോഴിക്കോട് പയ്യന്നൂർ മേഖലയിൽ സാധാരണക്കാരനായ സാധു മനുഷ്യൻ തന്റെ കുടുംബം പോറ്റുവാൻ വേണ്ടി തന്റെ വരുമാന മാർഗത്തിനായി ബസ്സിൽ സഞ്ചരിക്കെ തന്റെ 2 മുലകൾ കൂട്ടിമുട്ടിച്ച് സുഖം മുഴുവൻ ആസ്വദിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയക്ക് തിന്നാനിട്ട് കൊടുത്തു ദീപക് എന്ന സാധു മനുഷ്യനെ. ഷിംജിത മുസ്തഫ, കേരളം മറന്നിട്ടില്ല പേര്. പണവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് വെറും 1 മാസത്തിനുള്ളിൽ അവൾ പുറത്തിറങ്ങി. കേരളം കണ്ട കാഴ്ചയാണ്. സാധാരണക്കാരനായ ദീപകിനൊപ്പം നിന്ന് കേരളം ഒന്നടക്കം സോഷ്യൽ മീഡിയ അടക്കം ആ ഷിംജിത മുസ്തഫ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ അവളുടെ പോസ്റ്റ് ഒന്ന് കാണണം. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് കാണാം. ദൃശ്യം 3 കണ്ടിട്ടാ അടിപൊളി, ഒരു രക്ഷയില്ല. എപ്പോഴത്തെയും പോലെ തന്നെ ദൃശ്യം ക്ലൈമാക്സ് കാണുമ്പോഴേക്ക് നമ്മളെ ഞെട്ടിച്ചെളിയുന്നുണ്ടല്ലേ യാസി? ഇങ്ങനെയുണ്ട്. പൊളിച്ച്. ഫസ്റ്റ് കാണുന്ന നേരം കുറച്ച് ലാഗ് പോലെ തോന്നുന്നുണ്ടേ ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫ് മുതൽ ഇങ്ങനെ ത്രില്ലിൽ കൊണ്ടുപോയിട്ട് ഇതൊരു ടെസ്റ്റ് ഡോസാണ്, യാതൊരു സംശയവും വേണ്ട. കേരളം എങ്ങനെ പ്രതികരിക്കും അതിനോട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. അതിനോട് വന്നിരിക്കുന്ന മോഹൻലാലിന്റെ ദൃശ്യം 3യുടെ ഒരു റിവ്യൂമായിട്ടാണ്. ഷിംജിത മുസ്തഫ, നീ ഏത് തരത്തില് ഏത് വിധത്തിലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന കേരളം ഒന്നടങ്കം നിനക്കെതിരെ പ്രതിഷേധിക്കും. ഞങ്ങൾ അന്നും ഇന്നും ദീപകിനൊപ്പമാണ്. നീ കാട്ടിക്കൂട്ടിയ തോന്നിയാവസ്ഥകൾ, ഒരല്പം റീച്ചിന് വേണ്ടി നീ കാട്ടിയ തോന്നിയാവസ്ഥകൾ ഒരു മനുഷ്യ ജീവനാണ് അപകരിച്ചത്. ഞങ്ങളത് മറക്കില്ല. നീ എന്ത് വേഷം കിട്ടിയാലും ആരുടെ കൂട്ടുപിടിച്ചാലും ഞങ്ങൾ ഇത് നിങ്ങൾക്കെതിരെ പ്രതിഷേധമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നും ഉണ്ടാവും. നിർത്തുന്നു.